പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഒരു മലവെള്ളപ്പാച്ചിലിൽ കുറച്ച് തവളകൾ ആ ഒഴുക്കിൽപ്പെട്ട് ഒരു കുളത്തിലകപ്പെട്ടു. ആ കുളം അവർക്ക് അവരുടെ ലോകമായി മാറി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, ഇവിടം കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കും. അവർക്ക് ഈ കുളത്തിൽ നിന്ന് പുറത്തിറങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അവർക്കൊരു ധാരണ വന്നു, ഇവിടെ വന്നു, ഇവിടം കൊണ്ട് അവസാനിക്കും. അങ്ങനെ ഇരിക്കെ ഇവർ നോക്കിയപ്പോൾ ചില ദിവസങ്ങളിൽ കുളത്തിൽ കുളിക്കുവാനായിട്ട് ആൾക്കാർ വരുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഇതിനപ്പുറത്തൊരു ലോകമുണ്ട്. അങ്ങനെ ഈ തവളകൾ വളരെ ശ്രദ്ധിച്ചപ്പോൾ ഈ മനുഷ്യർ വരുന്നതും പോകുന്നതുമായ വഴി അവർ ശ്രദ്ധിച്ചു. ഈ കുളത്തിനടുക്കൽ ഒരു ചെറിയ മലഞ്ചരിവാണ്. അവിടെ ഒരു പാറയുണ്ട്. ആ പാറയുടെ ചരിവിലൂടെയാണ് ആൾക്കാർ വരികയും പോവുകയും ചെയ്യുന്നത്. അപ്പോൾ തവളകൾക്ക് മനസ്സിലായി, ഈ പാറയ്ക്കപ്പുറം ഏതോ ഒരു ലോകമുണ്ട്, നമുക്കപ്പുറം പോകണം. അങ്ങനെ തവളകളെല്ലാം കൂടെ സംഘം ചേർന്നൊരു തീരുമാനമെടുത്തു, നമുക്ക് ഈ പാറയ്ക്കപ്പുറമുള്ള മറ്റൊരു കുളത്തിലേക്ക് പോകണം. എന്നാൽ അവരുടെ കൂട്ടത്തിലുള്ള ചില പ്രായമുള്ള തവളകൾ പറഞ്ഞു, അതൊന്നും നമ്മളെ കൊണ്ടൊന്നും പറ്റുന്ന കാര്യമല്ല, അതൊക്കെ വലിയ വലിയ ആൾക്കാരെ കൊണ്ടേ പറ്റത്തുള്ളൂ, നമ്മൾ വെറും തവളകളാണ്. എന്നാലും ചില ചുണക്കുട്ടന്മാരായ കൊച്ചു തവളകൾ അവർ തീരുമാനിച്ചു, നമുക്ക് നോക്കിയേക്കാം. ഇവരിൽ ചിലർ ഒറ്റച്ചാട്ടത്തിന് ആ പാറയെ പിടിച്ചെങ്കിലും പിടുത്തം കിട്ടാതെ താഴെ വീണു. എന്നാൽ വീണ്ടും അവർ ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. ചിലർ അല്പം ഉയരത്തിലേക്ക് കയറി. അങ്ങനെ ഈ പാറയിൽ ചാടിപ്പിടിച്ച് കയറിയ പലരും താഴെ വീണു. ആ പ്രായമുള്ള പിന്തിരിപ്പന്മാരായ ചില തവളകൾ അവരോടൊരു കാര്യം പറഞ്ഞു, കണ്ടോ, നിങ്ങളോട് കയറണ്ടെന്ന് പറഞ്ഞതാ, നിങ്ങൾ വീണില്ലേ? വലിയ ഉയരത്തിൽ നിന്നല്ലാത്തത് കൊണ്ട് വലിയ കുഴപ്പമൊന്നും പറ്റിയില്ലെന്നേ ഉള്ളൂ. അല്പം ഉയരത്തിൽ നിന്നാണെങ്കിൽ വീണാൽ നമ്മുടെ കാര്യം കിടപ്പിലാകും, ആരാ നോക്കാനുള്ളത്? അതുകൊണ്ട് ഈ ശ്രമം നമുക്ക് ഉപേക്ഷിക്കാം എന്ന് പറഞ്ഞു. എന്നാൽ കൂട്ടത്തിലൊരു തവള ഇതൊന്നും കേൾക്കാതെ ഓരോ സ്റ്റെപ്പ് ചാടി കയറുക. പുറകിൽ നിന്നിട്ട് ആൾക്കാർ പറയുന്നുണ്ട്, കുഞ്ഞാൻ നിന്നെക്കൊണ്ടത് പറ്റത്തില്ല. പക്ഷെങ്കിൽ ഈ തവള ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ചാടി ഈ പാറയുടെ മുകളിലെത്തി തിരിഞ്ഞു നോക്കി താൻ ആ കുളത്തോട് തൻ്റെ സുഹൃത്തുക്കളോട് ബൈ പറഞ്ഞ് ഒരു വിശാല ലോകത്തേക്ക് ഈ തവള ചാടി കടന്നുപോയി. എന്തായിരുന്നു ഈ തവളയുടെ വിജയരഹസ്യം? ഈ തവളയുടെ വിജയരഹസ്യം എന്ന് പറഞ്ഞാൽ, ഈ തവളയ്ക്ക് ചെവി കേൾക്കത്തില്ലായിരുന്നു. ചെവി കേൾക്കാൻ കഴിയാത്ത ഒരു പൊട്ടൻ തവളയായിരുന്നു ഇത്. പുറകിൽ നിന്നുകൊണ്ട് നിരുത്സാഹപ്പെടുത്തിയപ്പോൾ ഇതൊന്നും ഈ തവള കേട്ടില്ല. അതിൻ്റെ ഫലമാണ് അത് രക്ഷപ്പെട്ടത്. നമ്മുടെയും ജീവിതത്തിൽ ചില ഉയരങ്ങളിലേക്ക് കയറാൻ ആഗ്രഹിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ പുറകെ നിന്നുകൊണ്ട് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. നിരുത്സാഹത്തിൻ്റെ വാക്ക് പറയും, നിന്നെക്കൊണ്ട് പറ്റത്തില്ല, നിനക്കതിനുള്ള കഴിവില്ല. എന്നാൽ ഇത് കേൾക്കാതെ അങ്ങിരുന്നാൽ മതി. വേദപുസ്തകത്തിലൊരു ഭാഗത്ത് പറയുന്നുണ്ടല്ലോ, എൻ്റെ ദാസനെ പോലെ ചെകിടൻ ആരുള്ളൂ. ചില വിഷയങ്ങൾ വരുമ്പോൾ ചില പിന്തിരിപ്പിക്കുന്ന വാക്കുകളുടെ മുമ്പിൽ നമ്മളതിന് ശ്രദ്ധ കൊടുക്കണ്ട, ചെവി കൊടുക്കണ്ട. ദൈവം നമ്മളെക്കുറിച്ചൊരു ഉയരങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ലക്ഷ്യം ദൈവം നമ്മളെക്കുറിച്ചൊക്കെ കണ്ടിട്ടുണ്ട്. ആ ലക്ഷ്യത്തിലെത്തും വരെ ആരൊക്കെ എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും ഞാൻ അവരുടെ വാക്ക് ശ്രദ്ധ കൊടുക്കാതെ, അത് കാര്യമാക്കാതെ എൻ്റെ ചുവട് മുന്നോട്ട് വെച്ചാൽ എനിക്കൊരു വിശാല ലോകത്തെത്താം, എനിക്കൊരു ഉയരത്തിലെത്താം. നമുക്കതിനുവേണ്ടി ആഗ്രഹിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, കർത്താവേ അതിനുള്ള കൃപ എനിക്ക് തരണം കർത്താവേ. കേൾക്കേണ്ടത് മാത്രം കേട്ടുകൊണ്ട് കേൾക്കേണ്ടാത്ത പലതും കേൾക്കാതിരിപ്പാൻ എൻ്റെ കാതിനെ ഒരുക്കണമേ. നമുക്കതിനുവേണ്ടി സമർപ്പിക്കാം. വലിയവനായ കർത്താവ് അതിനിട വരുത്തട്ടെ. ഗോഡ് ബ്ലെസ് യു.